എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 143 അല്ലെങ്കിൽ 143 എല്ലാവരും എടുക്കുക, പേജ് നമ്പർ എടുക്കുക. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഹെഡിങ് ഇങ്ങനെയാണ്: ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കളുടെ വർഗീകരണം. ഓക്കെ, ഇത് അനിമൽ കിങ്ഡത്തിലുള്ള ജീവജാലങ്ങളെ വ്യത്യസ്തങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നതാണ് ഈ ഭാഗത്ത്. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജന്തുജാലങ്ങളെ, അതായത് അനിമൽ കിങ്ഡത്തിലുള്ള ജന്തുക്കളുടെ വർഗീകരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന ചോദ്യം ഹൗ അനിമൽസ് ആർ ഗ്രൂപ്പ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അനിമൽസുകളെ അല്ലെങ്കിൽ ഈ ജന്തുജാലങ്ങളെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജന്തുക്കളെ ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നത്. അനിമൽസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫൈല, അതായത് ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തരംതിരിച്ചിരിക്കുന്നു. ബേസ്ഡ് ഓൺ എന്നിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെയർ സ്ട്രക്ചർ, അവയുടെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശരീരഘടന. രണ്ടാമതായിട്ട് ബോഡി ക്യാവിറ്റീസ്. ബോഡി ക്യാവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലുള്ള അറകൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ എന്നൊക്കെ പറയാം, അറകൾ, ബോഡി ക്യാവിറ്റീസ്. മൂന്നാമതായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജേം ലെയേഴ്സ്. ജേം ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബീജപാളികൾ. ബീജപാളികളുടെ അടിസ്ഥാനത്തിൽ. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബോഡി സിമെട്രി, അതായത് ബോഡി സിമെട്രി എന്ന് വെച്ചാൽ ശരീരസമിതി. ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഓരോ അനിമൽസിനെയും നമ്മുടെ തിരിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു 3-4 പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട്. ആ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ഫൈല എന്ന് പറയുന്ന വാക്കാണ്. അപ്പം എന്താണ് ഈ ഫൈല എന്ന് വെച്ചാൽ? വാട്ട് ആർ ഫൈല? എന്താകുന്നു ഫൈല? അല്ലെങ്കിൽ എ ഫൈലം അല്ലെങ്കിൽ പ്ലൂറൽ ഫോമായിട്ട് ഫൈല എന്നാണ് നമ്മൾ പറയുന്നത്. ഈസ് എനി ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അപ്പോൾ എന്താണ് ഫൈല എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു കൂട്ടം ജീവജാലങ്ങളാണ്. കൺസിഡേർഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം എ കോമൺ ആൻസസ്ട്രൽ, അതായത് ഒരു പൂർവികരിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ടിരിക്കുന്ന ജീവജാലമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കൂട്ടം ജീവികളാണ്. പക്ഷേ അവയെ കാണുമ്പോഴൊക്കെ വ്യത്യാസമായിരിക്കും. എന്ത് പറയുന്നത്? എന്തിനെയാണ് ഫൈലം അല്ലെങ്കിൽ ഫൈല എന്ന് പറയുന്ന? ഇൻ ദ ഡിസ്റ്റൻറ്റ് പാസ്റ്റ്, അതായത് പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആൻസസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പൂർവ്വജീവിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ട് പരിണമിച്ച് ഉണ്ടാക്കപ്പെട്ട ജീവജാലങ്ങളെയാണ്, ജീവജാലങ്ങളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഫൈലം എന്ന് അല്ലെങ്കിൽ ഫൈല അല്ലെങ്കിൽ ഫൈലം എന്ന് പറയുന്ന. അപ്പം നമുക്ക് ഫൈലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ കണ്ടെത്തിയ ഒരു വാക്കാണ് ഏത്? ജേം ലെയേഴ്സ്. ഇല്ലയോ? നിങ്ങൾ കണ്ടില്ലയോ? ജേം ലെയേഴ്സ് എന്നൊരു വാക്ക് കണ്ടില്ലേ? അല്ലെങ്കിൽ ബീജപാളികൾ എന്ന് മലയാളത്തിൽ പറയുന്നു. ഓക്കെ, എന്താണ് ജേം ലെയേഴ്സ്? ജേം ലെയേഴ്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ ഇൻ ആൻ എംബ്രിയോ. അതായത് ജേം ലെയർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കോശങ്ങൾ. എവിടെയുള്ളതാണ്? എംബ്രിയോയിൽ ഉള്ള ഒരു കൂട്ടം കോശങ്ങളാണ്. ഇറ്റ് ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ ആസ് ദ എംബ്രിയോ ഡെവലപ്പ്. ഈ കോശങ്ങൾ എങ്ങനെയാണ്? പരസ്പരം ഇടപഴകുന്നു. എങ്ങനെ? എംബ്രിയോ ഡെവലപ്സ്, എംബ്രിയോ വളരുന്നതനുസരിച്ച്. ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് ഓൾ ഓർഗൻസ്. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാ ഓർഗനുകളുടെയും എല്ലാ അവയവങ്ങളുടെയും രൂപീകരണത്തിന് എന്ത് ചെയ്യുന്നു? അവ സഹായിക്കുന്നു. ആൻഡ് ടിഷ്യൂസ് നീഡഡ് ഫോർ ദ ഓർഗാനിസം. ടിഷ്യൂ, അതായത് ആ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആ ജീവജാലത്തിന് ആവശ്യമായ പേശികളായിത്തീരുക അല്ലെങ്കിൽ കലകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനിമൽസിനെ എങ്ങനെയാണ് ഫൈലമായിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിഭജിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഡിഫറെൻറ്റ് ഫൈല ബേസ്ഡ് ഓൺ ദെയർ സ്ട്രക്ചർ, അവയുടെ രൂപത്തിൻ്റെ ശരീരഘടനയുടെ അടിസ്ഥാനത്തിൽ, ബോഡി ക്യാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അറകളുടെ അടിസ്ഥാനത്തിൽ, ജേം ലെയേഴ്സ് ശരീര സമതിയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? നമുക്ക് ഒരു പുതിയ വാക്കായിട്ട് തന്നിരിക്കുന്നത് ബോഡി സിമെട്രി എന്ന ഇതിനെയാണ്. അപ്പം ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ലാസ്റ്റ് ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ബോഡി സിമെട്രി? ഓക്കെ, ഇൻ ബയോളജി സിമെട്രി മീൻ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ പാർട്സ് ഇൻ ആൻ അനിമൽ. അതായത് ഒരു ജീവിയെ നോക്കുമ്പോൾ അവയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒരുപോലെ പിന്നെയും 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 ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു?
ബോഡി സിമെട്രി എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഓർഡർലി ഫാഷൻ, അത് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് അതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ആയിട്ട് നമുക്ക് തോന്നും. എസ്പെഷ്യലി സിമെട്രി റെഫേഴ്സ് ടു ദ കറസ്പോണ്ടൻസ് ഓഫ് ബോഡി പാർട്സ് ഇൻ സൈസ്, ഷേപ്പ് ആൻഡ് റിലേറ്റീവ് പൊസിഷൻ. അവ ഏതൊക്കെയാണ്? അവയുടെ ഷേപ്പും അവയുടെ പൊസിഷനും അവയുടെ ശരീര സൈസും ഒക്കെ അനുസരിച്ചായിരിക്കും. ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഡിവൈഡിങ് ലൈൻ attributed around a central point of axis. അതെന്തെങ്ങനെയാണ്? അത് ഓപ്പോസിറ്റ് സൈഡിൽ, രണ്ട് സൈഡിലുമായിട്ട് അവയെ വിഭജിച്ച് കഴിയുമ്പോൾ ഒരേപോലെ തന്നെയുള്ള ബോഡി ഭാഗമായിട്ട് അവ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയ വാക്കുകൾ. അപ്പം ഇത്രയും പുതിയ സാധനങ്ങളുടെ ഏതൊക്കെയാണ്? ഈ ഇത്രയും സാധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫൈലമായിട്ട് ഒരു ജീവജാലത്തെ എന്ത് ചെയ്യുന്നത്? വിഭജിക്കുന്നത് എന്ന് പറഞ്ഞു. ഏതെല്ലാമാണ് അത്? ബോഡി ക്യാവിറ്റി, ബോഡി സ്ട്രക്ചർ, ജേം ലെയേഴ്സ്, ബോഡി സിമെട്രി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് 26ാമത്തെ ചോദ്യം ആയിട്ടുള്ളവിടത്തേക്കാണ്. വിത്തിൻ ദ ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കി ഓഫ് സർട്ടൻ അനിമൽസ്, അതായത് ചില ജീവജാലങ്ങളുടെ എന്താണ് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ, വർഗീകരണത്തിൽ എന്താണ്? സബ് ഡിവിഷൻ ബിറ്റ്വീൻ ഫൈലം ആൻഡ് ക്ലാസ് വരുന്നുണ്ട്. വിച്ച് ആർ ദേ? അതായത് സബ് ഡിവിഷൻ ബിറ്റ്വീൻ ഫൈല ആൻഡ് ക്ലാസ്, അതായത് ഒരു ക്ലാസ്സിനും സബ് ഡിവിഷനായിട്ടുള്ള ഫൈലയ്ക്കും ഇടയിൽ വരുന്ന ആ ക്ലാസിഫിക്കേഷൻ ഏതെല്ലാം ആണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വിത്തിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈറാർക്കി ഓഫ് സർട്ടൻ അനിമൽസ്, അതായത് ചില ജീവജാലങ്ങളെ അവയുടെ വർഗീകരണം നടത്തുമ്പോൾ there are additional സബ് ഡിവിഷൻസ്, അതിൻ്റെ അകത്ത് ചില സബ് ഡിവിഷനുകൾ വരാറുണ്ട്. ഏതിലാണ്? ഫൈലത്തിനും ക്ലാസിനും ഇടയിലായിട്ട്. ഏതിനൊക്കെ ഇടയിലായിട്ടാണ്? ഫൈലത്തിനും ക്ലാസിനും ഇടയിലായിട്ട്. സച്ച് സബ് ഫൈലം ഡിവിഷൻസ് ആൻഡ് സൂപ്പർ ക്ലാസസ്, അങ്ങനെ വരുന്നവയെ സച്ച് ആസ് സബ് ഫൈലം ഡിവിഷൻസ് ആൻഡ് സൂപ്പർ ക്ലാസസ്, അവയെ എന്താണ്? സബ് ഫൈലം ഡിവിഷൻ എന്നും സൂപ്പർ ക്ലാസ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സബ് ഫൈലം ഡിവിഷനും സൂപ്പർ ക്ലാസ്സുകളുമാണ്? ഏത്? ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കി, ഇത് അനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കിയിൽ അഡീഷണൽ സബ് ഡിവിഷൻ ആയിട്ട് ഫൈലത്തിനും ക്ലാസ്സിനും ഇടയിൽ വരുന്നവയെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി 27ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഹൈറാർക്കി ഓഫ് അനിമൽസ്? എന്താണ് ഈ മൃഗങ്ങളുടെ ഹൈറാർക്കി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ ജീവജാലങ്ങളെ അവയുടെ വർഗീകരണത്തിൽ മുകളിൽ നിൽക്കുന്നവയെന്നും താഴെ നിൽക്കുന്നവയുമെന്നുമായിട്ട് തരം തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ തരംതിരിവ്? കൂടുതൽ പ്രാപ്തിയുള്ളവയെ മുകളിലായിട്ടും കുറവ് പ്രാപ്തിയുള്ളവയെ താഴെയായിട്ടും തരംതിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഹൈറാർക്കി ഓഫ് അനിമൽ? അനിമൽ ഹൈറാർക്കി ഈസ് എ ഫോം ഓഫ് അനിമൽ സോഷ്യൽ സ്ട്രക്ചർ, അതായത് ആ ജീവജാലങ്ങളുടെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇൻ വിച്ച് എ ലീനിയർ ഓർ നിയർലി ലീനിയർ റാങ്കിങ് എക്സിസ്റ്റ്. അവയിൽ എന്താണ്? ഒരു റാങ്കിങ് നിലനിൽക്കുകയാണ്. വിത്ത് ഈച്ച് അനിമൽ ഡൊമിനൻ്റ് ഓവർ ദോസ് ബിലോ ഇറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ അനിമൽ താഴെ നിൽക്കുന്ന അനിമലിനെ എന്ത് ചെയ്യുന്നു? ഡൊമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് കിട്ടുന്നു. ഓവർ ദോസ് ബിലോ ഇറ്റ് ആൻഡ് സബ്മിസീവ് ടു ദോസ് എബവ് ഇറ്റ് ഇൻ ദ ഹൈറാർക്കി. അതുപോലെ തന്നെ ആ താഴെ നിൽക്കുന്ന ജീവജാലങ്ങൾ മുകളിൽ നിൽക്കുന്ന ജീവജാലങ്ങളോട് വളരെ സബ്മിസീവ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള മൃഗങ്ങളുടെ വംശത്തെയാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറയുകയാണെങ്കിൽ, മനുഷ്യനാണ് അനിമൽ ഹൈറാർക്കിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. കാരണം എന്താണ്? ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അതിനാൽ മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 28ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് സബ് ഫൈലം ഡിവിഷൻ? എന്താകുന്നു സബ് ഫൈലം ഡിവിഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും സബ് ഫൈലം ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ മീനിങ് ഓഫ് സബ് ഫൈലം ഈസ് എ കാറ്റഗറി ഇൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് ജീവജാലങ്ങളുടെ വർഗീകരണത്തിലുള്ള ഒരു
ക്ലാസിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പാണ് ഏത് ഈ പറയുന്ന സബ് ഫൈലം എന്ന് പറയുന്നത്. റാങ്കിങ് ബിലോ എ ഫൈലം ആൻഡ് എബവ് എ ക്ലാസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫൈലത്തിൻ്റെ താഴെയായിരിക്കും എന്നാൽ ഒരു ഗ്രൂപ്പിൻ്റെ മുകളിലുമായിരിക്കും ഏത് സബ് ഫൈലം നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലായെന്ന്. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ ഇൻ ബയോളജി? ബയോളജിയിൽ എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇൻ ബയോളജി ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഓർഗാനിസംസ്. ഈ ബയോളജിയിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഓർഗാനിസത്തിനെ, ഓരോ ജീവജാലങ്ങളെയും അറേഞ്ച് ചെയ്യുന്നതാണ്. ബോത്ത് ലിവിങ് ആൻഡ് എക്സ്റ്റിങ്ക്ട് ഇൻ ടു ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ആ ജീവിച്ചിരിക്കുന്നതും വംശനാശം സംഭവിച്ചതുമായ ജീവജാലങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് അവയുടെ സ്വഭാവത്തിനും ഘടനയ്ക്കും രീതിക്കുമൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ബയോളജിയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ്.